ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി ദേവിയെ അനാമിക വരുന്നത് കാത്ത് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അനാമിക വന്നു കഴിഞ്ഞപ്പോൾ അനാമികയെ ഇന്ന് കണ്ട കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അനാമികയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മുടെ അനി വിശദമായിട്ട് തന്നെ പറയുന്നത് കേട്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത്. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പേര് പറഞ്ഞ് തളച്ചിടാനായിട്ട് അനാമിക ശ്രമിച്ചപ്പോൾ പോലും അനി അതിന് നിന്നു കൊടുത്തില്ല. നീ എന്തിനാ നമ്മുടെ ജീവിതത്തിലേക്ക് നന്ദുവിൻ്റെ പേരെടുത്തിടുന്നതെന്നും ചോദിച്ച് അനിയും പ്രശ്നം ഉണ്ടാക്കി. നീ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നീ ഈ വീട്ടിൽ അധിക ദിവസം ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അനി ഇങ്ങനെ പറയുക. അപ്പോൾ നിന്നെപ്പോലെ ഇങ്ങനെ തോന്നിയവാസം നടക്കുന്ന ഒരുവളെ എനിക്ക് ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല എന്നും അനി ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പം നിന്നെ അല്ലെങ്കിൽ ആർക്ക് വേണവേടാ, നിന്നെ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നന്ദു എന്ന് പറയുന്നവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിന്നെ താങ്ങി ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ നിന്നോട് എനിക്ക് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നുള്ള കാര്യം അനാമിക പറഞ്ഞു. അതെനിക്ക് നേരത്തെ അറിയാം. നീ നോക്കിക്കോ, നിന്റെ ഈ തോന്നിയവാസം ഞാൻ എല്ലാവരെയും അറിയിക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കട്ടെ നീ എൻ്റെ ജീവിതത്തിൽ വേണോ അതെയോ പോണോ എന്നുള്ളതെന്നും പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് അനാമിക അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ദൈവമേ പണി പാളിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇവനെങ്ങാനും ഇത് ചെന്ന് എല്ലാവരോടും പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം കുഴപ്പമാകും. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗം എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ളവർ തന്നെ എന്നെ അടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അനാമിക മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് ഇത് നേരെ ചെന്ന് വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ ആക്കി അമ്മായിമ്മയോടൊക്കെ പറയാനുള്ള പരിശ്രമവും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അങ്ങനെ പറഞ്ഞു തീർന്നില്ല. ഈ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ അവിടെ ഇരുന്ന് കുശുമ്പം കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് തുള്ളി ഉറഞ്ഞുകൊണ്ട് അനാമിക തമ്പുരാട്ടി നേരം വെളുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വർത്തമാനം പറയുന്നിടത്തേക്ക് മകൾ ചെന്നപ്പോൾ മോളെ നേരെ വീട്ടിൽ പോയിട്ട് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് നേരം ഇച്ചിരി വൈകിയാണ് വന്നതെന്നിങ്ങനെ പറയുക. അപ്പോൾ അനി എന്തിയാ മോളെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങും അറിയില്ല എന്ന് പറഞ്ഞു. മോളോട് അമ്മ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അവൻ്റെ മുന്നിൽ ഒരു ദേഷ്യം ഇതൊന്നും കാണിക്കരുത്, ഇഷ്ടക്കേടൊന്നും കാണിക്കരുതെന്ന്. അവനെ മോൾ എത്രത്തോളം സ്നേഹിക്കുന്നു, അതിന് ശേഷം അവൻ്റെ സ്നേഹം മോൾക്ക് തിരിച്ച് കിട്ടും. മോളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ജാനകി നീ എന്താ ഇങ്ങനെ പറയുന്നത്? അനാമിക മോൾ എത്രയെന്ന് വെച്ചാൽ അവൻ്റെ അവഗണന കാണുകയും കേൾക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതും ഒരു പെൺകൊച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് ജലജ അവിടെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അമ്മേ അവനിപ്പോഴും എന്നെ കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അവനെ സ്നേഹിക്കരുതേ എന്നായിരിക്കും ഒരു പക്ഷേ അവൻ്റെ പ്രാർത്ഥന. കാരണം അവൻ്റെ മനസ്സ് നിറയെ അവളാ ആ നന്ദു. ഇപ്പോഴാണെങ്കിലോ ക്യാമ്പിലേക്ക് പോയി അവളെ ഓർത്തുകൊണ്ടിരിക്കില്ല അവൻ്റെ മെയിൻ പണി. അല്ലാതെ അവൻ്റെ മനസ്സിലോ അവൻ്റെ ജീവിതത്തിലോ വേറെ ഒന്നുമില്ല. അവൻ എന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ് അനിയെ കുറ്റം പറഞ്ഞ് അനിയുടെ കുറ്റങ്ങളും കുറവുകളും ആദ്യമേ അങ്ങ് എടുത്തിടുവാണ്. ഇനിയിപ്പോൾ നാളെ അനി എന്തെങ്കിലും ഇവളെക്കുറിച്ച് പറഞ്ഞാലും വിശ്വസിക്കരുതല്ലോ. ഈ ഒരു കാര്യം അനിയുടെ മനസ്സിലുള്ളത് കൊണ്ട് അവളെ കൊണ്ട് നുണയുണ്ടാക്കുന്നതാണെന്ന് പറയാമല്ലോ. അതാണ് അനാമിക ഉദ്ദേശിക്കുന്നത്. അനാമിക അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മോള് വിചാരിച്ച് മാറി നിന്ന് അവനെ കൈവിട്ട് പോവില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്നെ കൈവിട്ട് പോയമ്മേ, അവൻ ഒരിക്കലും എന്നെ ഒരു ഭാര്യയായി അംഗീകരിക്കില്ല. ബെഡ്റൂമിൽ പോലും ഞങ്ങൾ രണ്ടായിട്ടാണ് കഴിയുന്നതെന്നുള്ള കാര്യമൊക്കെ അനാമിക ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അനാമികയുടെ നാക്കിൽ നിന്ന് ചാടിപ്പോയല്ലോ എന്നുള്ളൊരിതിൽ ഇങ്ങനെ അനാമിക നിൽക്കുക. എന്നിട്ട് പിന്നെ അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അവൻ അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാതിരാത്രിയിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുവാണ്. എന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എന്നെ ഈ വീട്ടിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭയങ്കര ത്യാഗി വേഷമൊക്കെ അങ്ങ് കെട്ടുക സ്വയമേ ഈ അനാമിക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര കലിപ്പ്. ഇനിയിപ്പോൾ അവൾ ക്യാമ്പിലേക്ക് പോയില്ലേ മോളെ, ഇനിയിപ്പോൾ അവളെ കൊണ്ടുള്ള ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അത്രത്തോളം സമാധാനമായിട്ട് നമുക്കിരിക്കാം. പിന്നെ അവളിവിടെ ഇല്ലാത്ത സമയം മോള് അനിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അനിയുടെ മനസ്സിൽ മോളോടുള്ള ആ ഒരു വെറുപ്പ് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാനൊക്കെ പറഞ്ഞ് ജലജ ജാനകിയും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും അത് നടക്കില്ല എന്ന് അനാമിക പറയുക. ഒരിക്കലും അവൻ്റെ മനസ്സിലേക്ക് നന്ദു അല്ലാതെ ഞാൻ കടന്നു കൂടാൻ പോകുന്നില്ല, അതിന് ഞാൻ എന്തെല്ലാം ചെയ്താലും അങ്ങനെ സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. തൻ്റെ ജീവിതം നശിച്ചു, എന്ത് വരേണ്ട നേരത്താണോ ഈ കല്യാണത്തിന് തനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കര ഇത്. വേണമെങ്കിൽ നാളെ ഇനി എന്നെ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലും അവൻ പറഞ്ഞു പിടിപ്പിക്കുമെന്നൊക്കെ മുന്നേറങ്ങെടുത്ത് എറിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ജാനകി പറഞ്ഞു, അവൻ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ മോളെ എനിക്കറിയില്ലേ, ഇനിയിപ്പോൾ അവൻ എന്ത് കള്ളം പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കില്ല. കാരണം എൻ്റെ മോള് നല്ല കുട്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് ഇതാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് തൃപ്തിയായി.
താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഈ സമയത്താണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. നയനെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോയവള് ദേ കെട്ടും കിടക്കായിട്ട് വരുന്നുണ്ട്, ഇവളൊക്കെ പോയ വഴി പോയാൽ പരി, എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇനി ഏട്ടത്തി എങ്ങാനും പോയി വിളിച്ചുകൊണ്ട് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ഇവളുമാർ പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഏട്ടത്തി വല്യമ്മ പോയിട്ടില്ല, വല്യമ്മ ഇവിടെ ഉണ്ടെന്ന് അനാമിക പറയാം. ഇവൾക്കൊന്നും പിന്നെ നാണോ മാനോ ഇല്ലാത്തതായതുകൊണ്ട് വലിഞ്ഞു കയറി വരാൻ ഒരു മടിയുണ്ടാവില്ല, അങ്ങനെ വന്നതായിരിക്കുമെന്ന് ഈ അനാമിക എന്നിട്ട് ഇവളുമാരോട് രണ്ടിനോടുമായിട്ട് പറയുന്നേ. ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പോയ വഴി നിനക്ക് കെട്ടിയെടുത്തുകൂടായിരുന്നോടി, എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അന്നേരം നയനയോട് ചോദിച്ചു. പോയ വഴി പോകാനായിരുന്നെങ്കിലേ നിങ്ങളുടെ മരുമകൾ ഇന്ന് എന്നേ പോവേണ്ടതായിരുന്നു എന്ന് ഈ നമ്മുടെ നയന ചോദിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എൻ്റെ ഈ വീട്ടിലുണ്ട്. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അത് ആരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യം ചോദിച്ചു. അവളിവിടെ നിന്ന് ക്യാമ്പിലേക്ക് പോയാലെങ്കിലും എൻ്റെ കുഞ്ഞിനെ വെറുതെ വിടുമെന്നാണ് ഞാൻ കരുതിയത്. അവള് വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ ഇങ്ങനെ ശല്യമായി വരികയാണല്ലോടി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ ജാനകി പറയുമ്പോൾ, എൻ്റെ അനിയത്തി ഒരിക്കലും നിങ്ങളുടെ മകന് ശല്യമായി വന്നിട്ടില്ല. ചെറിയമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ സ്വന്തം മകൻ്റെ മനസ്സറിയാനൊന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന മരുമകളോട് സ്വന്തം മകനെ ഒന്ന് സ്നേഹിക്കാൻ പറ. മരുമകളുടെ വാക്കും കേട്ട് ഇങ്ങനെ പുറകെ നടക്കാതെ മകനെ മനസ്സിലാക്കി മകൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ മരുമകളോട് പറയാൻ പറഞ്ഞു. പിന്നെ ഞാനിവിടെ ഉള്ളതോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. നയനെ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നാവ് കണ്ടില്ല അമ്മേ, ഇവളൊക്കെ ഒത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ഗൂഢാലോചന. ഇവിടെ നമ്മളാ ഒന്നും അറിയാതെ പോകുന്നത്, നമ്മൾ പോലും അറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട് ജാനകി എന്ന നേരം ജലജയം കൂടി അങ്ങ് കൂട്ടിച്ചേർത്തു. കുശുമ്പും കുന്നായ്മയും കുശുമ്പിന് കയ്യും കാലും വെച്ചതങ്ങളായിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നയനെ കണ്ടു കഴിഞ്ഞപ്പം മോള് വന്നോ എന്ന് ചോദിച്ചു. മുത്തശ്ശ, ആദർശേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചപ്പം ആദർശ് ഇവിടെ ഉണ്ടല്ലോ, അത് ആദർശിന് എന്തൊക്കെയോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ, അതിനെപ്പറ്റിയാണ് ഞാൻ മുത്തശ്ശിയോടും പറയാൻ വന്നത്. ആദർശേട്ടൻ എന്നോടിപ്പോൾ ഭയങ്കര ഒരു അവഗണനയാണ് കാണിക്കുന്നത്, എന്താ കാര്യമൊന്നും എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ആദർശേട്ടനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന നയനയോട്, ആദർശിൻ്റെ മനസ്സിൽ എന്ത് കരടാണ് കയറി കൂടിയിരിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ആദർശിൻ്റെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ മനസ്സിൽ എന്തായാലും മോളോടൊരു നീരസം ഉണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതായിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അപ്പോൾ മുത്തശ്ശനോട് ആദർശേട്ടനോടൊന്ന് സംസാരിക്കാനായിട്ട് നയന പറയുമ്പോൾ, ഞാനൊരു പക്ഷേ അവനോട് സംസാരിച്ചാൽ അവൻ ഞാൻ പറയുന്നത് കേൾക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതെന്താണെന്ന് കണ്ട് അവൻ തന്നെ സ്വയം പരിഹരിച്ച് നിങ്ങൾ തമ്മിൽ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹത്തിലാകുമ്പോൾ മാത്രമേ ആ ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്ന് നിന്ന് സംസാരിച്ചിട്ട് അവൻ്റെ മനസ്സിൽ മറ്റൊന്നാണെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. അവനെ ഈ ലോകത്തിൽ മാറ്റിയെടുക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നീ അത് ചെയ്യണമെന്നും പറയുവാണ്. അപ്പം മോള് വിഷമിക്കൊന്നും വേണ്ട, ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളിൽ കടന്നു പോയതല്ലേ നിങ്ങൾ, അതെല്ലാം നിങ്ങൾ തരണം ചെയ്തില്ലേ, ഇന്ന് ഈ നിലയിൽ വരെ എത്തിയില്ലേ, ഈ പ്രശ്നവും അതുപോലെ തന്നെ നിഷ്പ്രയാസമായിട്ട് കടന്നു പോകും. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും മോൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ അവന് ശരിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് നയനെ ദാനിപ്പിച്ച് ആദർശിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്തേക്ക് നയന ചെല്ലുന്നത് നയനയ്ക്കും ഒരു പേടിയായി, ഇനി ആദർശ് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു പേടി. അങ്ങനെ നയന എന്നിട്ട് നേരെ അങ്ങ് പോയി. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വീണ്ടും കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങളായോ, ഇദ്ദേഹം ആദർശിനോടൊന്ന് സംസാരിച്ചാലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ആദർശിൻ്റെ ആ ഒരു ദേഷ്യത്തിന് നമുക്ക് ആദർശിനെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നയനമോളും ആദർശും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ, നമ്മൾ അതിനിടയിൽ ഒരിടനിലക്കാരായി നിൽക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. എന്നാലും കുട്ടികളിങ്ങനെ വേർതിരിഞ്ഞ് പരസ്പരം വഴക്കും ഇതൊക്കെ ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനക്കേടാണെന്ന് മുത്തശ്ശി പറയുന്നതും മുത്തശ്ശൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നത് വേറൊന്നും വിചാരിക്കേണ്ട, അവർ തമ്മിൽ തീർത്തോളും എന്ന്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയന നേരെ ദേവയാനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളെ കണ്ടതും അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമം. ആദർശിൻ്റെ സ്വഭാവത്തിൽ വലിയൊരു ചേഞ്ചാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ദേവയാനിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുന്നത്, ആദർശിന് ഒരു മാറ്റവും ഇല്ല, ആദർശ് ഒന്നിനൊന്നിന് ദേഷ്യക്കാരനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തോ വലിയൊരു കരട് കിടപ്പുണ്ടമ്മേ, അതുകൊണ്ടാണ് പെട്ടെന്ന് നിന്ന നിൽപ്പിൽ ആദർശേട്ടൻ ഇങ്ങനെ മലക്കം പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ നയന പറഞ്ഞു. പിന്നെ ആദർശേട്ടൻ്റെ ഇപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ കാരണം എന്തായിരുന്നാലും അത് നമുക്ക് മാറ്റിയെടുക്കാം.
ഞാനും അമ്മയും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകുന്ന, അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ വിഷയം അറിഞ്ഞു കഴിയുമ്പോൾ ആദർശേട്ടന് തീർച്ചയായും എന്നോടുള്ള എന്തെങ്കിലും ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു കരട് മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറും, വീണ്ടും എന്നെ സ്നേഹിച്ചു തുടങ്ങും. അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് ആദർശേട്ടൻ അറിയുമ്പോൾ ആദർശേട്ടൻ അത് വല്ലാത്തൊരു സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക നയന ദേവയാനിയോട്. ഇനി അതാണ് തൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് നയന ദേവയാനിയോട് പറയുന്നത്. മോളെ, എന്നാലും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പം അനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഓടിപ്പാഞ്ഞ് നടക്കുക, അതിനിടയിൽ നിങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ മാറും അമ്മേ, അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആദർശേട്ടൻ്റെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് ഞാനൊന്ന് അറിയാൻ ശ്രമിക്കട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞു നയന ദേവയാനിയോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇക്കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇനി ഇപ്പം നമ്മൾ തമ്മിലൂടെ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ട പ്രശ്നം ആവണ്ടെന്നും പറഞ്ഞ് നയന അവിടെ നിന്ന് പോയി. ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ സമാധാനം കെട്ടി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് മകൾ, അതായത് അനാമിക അച്ഛനെയും അമ്മയെയും വിളിച്ച് ഇവിടെ എറിഞ്ഞിട്ട പടക്കത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുവാണ്. ഇനി അതിനൊരു തിരി അങ്ങ് കൊളുത്തി വിട്ടാൽ മാത്രം മതി, ചറപറ എന്ന് പൊട്ടിക്കോളും എന്നുള്ളത്. അതായത് അനിയെപ്പറ്റി ഇല്ലാവചനങ്ങളെല്ലാം കൂടെ ചേർന്ന് ജാനകിയോട് പറഞ്ഞത്. അപ്പം നന്നായിടി മോളെ നീ അങ്ങനെ പറഞ്ഞത്. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടേ ഇനിയിപ്പം നമുക്കൊരു എന്താ പറയുന്നത്, ഒരു തടയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും. ഇനി നീ ഇങ്ങനെ തന്നെ പറഞ്ഞോളണം, നിന്നെ അനി വഞ്ചിക്കുവാണെന്ന് തന്നെ നീ പറഞ്ഞോളണമെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും നിൻ്റെ ഭാഗത്ത് തെറ്റുകൾ അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് അമ്മയും അച്ഛനും കൂടെ മോൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവിടുന്ന് സ്വത്തടിച്ച് മാറ്റിക്കൊണ്ട് വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അവരവിടെ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് അനിയാണെങ്കിൽ ഇവളുള്ളതുകൊണ്ട് മുറിയിലേക്ക് പോലും പോകാൻ ഇഷ്ടപ്പെടാതെ അവിടെ ഉമ്മറത്തിരിക്കുന്നത്. അപ്പോൾ ആദർശ് കയറി വരുന്നത്. ആദർശ് കയറി വന്നപ്പോൾ അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അനിയെ കണ്ടതും എന്താടാ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഒരു സമാധാനം ഇല്ല ഏട്ടാ, എൻ്റെ സമാധാനം മൊത്തത്തിൽ പോയി. ഇത്രയും ദിവസം അവളുണ്ടെങ്കിലും റൂമിലേക്കെങ്കിലും കയറാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തൊട്ട് അവളുള്ള റൂമിൽ പോലും പോകാൻ എനിക്ക് പറ്റുന്നില്ല ഏട്ടാ. മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഇരുന്നിട്ട് വന്നവളുടെ മുഖത്ത് നോക്കാൻ, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൾക്ക് ഒരു ഉളുപ്പുമില്ല. പക്ഷേ അങ്ങനെ ഒരുത്തിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആരിത് പറയാം. അപ്പോൾ അവള് ചെയ്തത് തെറ്റല്ലെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ വീട്ടിലുള്ളവരെ നീ നോക്കണ്ടേന്ന് ചോദിച്ചു. ഈ വീട്ടിലുള്ളവരെ നോക്കി എൻ്റെ ജീവിതം എന്തിനായിട്ടാണ് ഞാൻ തകർക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കരുതി ഏട്ടനെ മറന്ന് ഏട്ടത്തി മറ്റെന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ വഴിതെറ്റി നടന്നോ, ഏട്ടനെ ഉപേക്ഷിച്ച് മറ്റാരുടെയെങ്കിലും കൂടെ പോയോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്നുള്ള ആ ഒരു ഇതിൽ ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഏട്ടത്തി ഈ വീട്ടിൽ തന്നെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഏട്ടത്തിയെപ്പോലെ ആകാൻ ഈ ലോകത്തിൽ ഒരു പെണ്ണുങ്ങൾക്കും കഴിയില്ല. എന്നിരുന്നാലും സ്വന്തം ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ അന്യപുരുഷൻ്റെ കൂടെ പാർക്കിലും ബീച്ചിലൊക്കെ പോയിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ എടാ, അവൾ പറയുമ്പോൾ നീ നന്ദുവിൻ്റെ കൂടെ ചുറ്റിക്കിടങ്ങുന്നതും അത് അവളുടെ കണ്ണിലൊരു തെറ്റല്ലേ എന്ന് ആദർശ് ഇങ്ങനെ ചോദിച്ചു. ഏട്ടൻ ഒരിക്കലും നന്ദുവിനെക്കുറിച്ച് അങ്ങനെ പറയരുത്. എത്ര ആണുങ്ങളോട് കൂട്ടുകൂടിയാലും സ്വന്തം നില മറന്നു നിൽക്കുന്നവളല്ല നന്ദു. ഒരിക്കലും മറ്റു പുരുഷന്മാരോട് യാതൊരുവിധ ഇതും കാണിക്കുന്ന ഒരാളും അല്ല നന്ദു. നന്ദുവിൻ്റെ സ്വഭാവമൊക്കെ ഏട്ടന് നന്നായിട്ട് അറിയാമല്ലോ. അത് അറിഞ്ഞുകൊണ്ട് ഏട്ടൻ തന്നെ ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുക. അനിയോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഇത്രയും ദിവസം നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇനി ഈ ഒരു സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി അവളെ ഒരിക്കലും ഉൾക്കൊള്ളാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല ഏട്ടാ. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും ശരി, ഞാൻ ഇനി അവളെ എൻ്റെ ഭാര്യയായി വാഴിക്കില്ല എന്ന് നമ്മുടെ അനി തറപ്പിച്ച് ആദർശിനോട് പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചിട്ട് അനി അങ്ങോട്ടേക്ക് പോയി. തല പുകഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കും. ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേലെന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ആദർശ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദർശും അനിയും കൂടെ സംസാരിച്ച് ആദർശ് ഇങ്ങനെ പോകുന്ന മുറിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ നയനയെ കാണുന്നത്. നയനയെ കണ്ടപ്പോഴത്തേക്കും ആദർശിൻ്റെ ഭാവം വീണ്ടും മാറി. നയനയെ ഒട്ടും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നയനയുടെ നേരെ പോലും നോക്കാത്ത രീതിയിൽ ആദർശ് ഇങ്ങനെ നയനയെ അവോയ്ഡ് ചെയ്ത് കണ്ണിൽ കണ്ടിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോണു. ഇത് കണ്ടപ്പോഴത്തേക്കും നയനയ്ക്ക് വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുവാണ്. എന്തായാലും അനന്തപുരിയിലെത്തിയ നയനയോട് ആദർശിൻ്റെ പ്രതികരണം കണ്ടും കേട്ടും എല്ലാവർക്കും ഭയങ്കര വിഷമവും ഞെട്ടലും തരിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും നയന ഇനി ഇതിൻ്റെ പേരിൽ അവിടെ കടിച്ചു തൂങ്ങുമോ, അത് ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമോ എന്നൊക്കെയുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.